ചൂടുകാലമാണ്, തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയമാണ്. 10 കൊല്ലത്തെ മാളങ്ങൾ വിട്ട് കുളിരന്വേഷിച്ച് പുറത്തു വരുന്ന വിഷജന്തുക്കളോട് പാർട്ടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അധികാരമില്ലാതിരുന്ന കാലത്ത് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും നിരന്തരം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത INTC തൊഴിലാളികളെ പീഡിപ്പിക്കുകയും യൂണിയന്റെ രജിസ്ട്രേഷൻ അടക്കം റദ്ദ് ചെയ്യാൻ വരെ പരിശ്രമിക്കുകയും ചെയ്തതിനു ശേഷം അധികാരമാറ്റത്തിന്റെ കാലത്ത് ഇതുവരെ ഇല്ലാത്ത പിതൃസ്നേഹവും കോൺഗ്രസ് പ്രേമവുമായി ചാനലുകൾ തിരഞ്ഞുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യുന്ന തൊഴിലാളി വിരുദ്ധനായ കൺഫേർഡ് IAS-കാരനെ കോൺഗ്രസിന്റെ വരാന്തയിൽ പോലും കയറ്റാതിരിക്കാനുള്ള പക്വത പാർട്ടി കാണിക്കണം എന്നീ പ്രമേയം അടിവരയിട്ട് പറയുകയാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഇതുപോലെ പൊട്ടിമുളച്ച കോൺഗ്രസ് പ്രേമികളായ ബിഗ് ബോസുകാർക്ക് സീറ്റ് കിട്ടാതായപ്പോൾ വർഗീയതയുടെ തണൽ അന്വേഷിച്ചു പോയത് നമ്മൾ കണ്ടതാണ്, നമ്മൾ മറന്നിട്ടില്ല. അന്ന് കോൺഗ്രസ് പ്രസ്ഥാനം കൈകൊണ്ട ജാഗ്രത വരുന്ന 5 വർഷവും ഉണ്ടാകണം. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാൽ പിണറായി സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക ഇടപാടുകളും ക്രമക്കേടുകളും പർച്ചേസുകളും അന്വേഷിക്കപ്പെടും എന്ന ഭയവും ചില റിട്ടയർഡ് IAS-കാരുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്നേഹത്തിന് പിന്നിലുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ജനവിരുദ്ധ സർക്കാരിന്റെ 10 വർഷത്തെ നിശബ്ദതയുടെ വാഗ്ദീയങ്ങളിൽ ഒളിച്ചിരുന്നതിന് ശേഷം ഭരണമാറ്റം ഉറപ്പായ ശേഷം മാത്രം വെളിപ്പെടുത്തലുകളുമായി എത്തുന്ന രാഷ്ട്രീയ ജ്യോത്സ്യന്മാരെയും ഭാഗ്യാന്വേഷികളെയും കൈപ്പാടകല നിർത്താനുള്ള രാഷ്ട്രീയ പക്വത ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അധികാരമില്ലാത്ത കാലത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയ സാധാരണക്കാരായ പ്രവർത്തകരെ തിരിച്ചറിയാനും അവരുടെ അന്തസ്സിനെ മാനിക്കാനും അംഗീകരിക്കാനും അധികാരത്തിന്റെ കാലങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിക്കണം. അധികാരത്തിന്റെ ഇടനാഴികകളിൽ നിന്നും പ്രവർത്തകരെ മാറ്റി നിർത്തുകയും ഇത്തരം ഭാഗ്യാന്വേഷികൾക്ക് ഇടം നൽകുകയും ചെയ്യുന്ന പ്രവണത മുൻകാലങ്ങളിൽ നമ്മുടെ ചില നേതാക്കന്മാരെങ്കിലും അനുവർത്തിച്ചു പോന്നിട്ടുണ്ട്. ഇത് ആവർത്തിക്കാതിരിക്കാനും പ്രവർത്തകരെ ചേർത്ത് പിടിക്കാനും തയ്യാറാവുന്നതിനോടൊപ്പം 10 കൊല്ലം പ്രസ്ഥാനത്തെ വേട്ടയാടിയവരോട് യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാതിരിക്കാനും പുതിയ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസെടുത്തവരെയും രക്ഷാപ്രവർത്തനമെന്ന പേരിൽ അതിമൃഗീയമായി തെരുവിലാക്രമിച്ചവരെയും പാർട്ടിയുടെ അധികാരകാലത്ത് സ്നേഹത്തണലിൽ നിർത്താമെന്നാണ് എങ്കിൽ